ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ കൊടൈക്കനാലിൻ്റെ പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണണം. ഇത് പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങൾ നെക്സ്റ്റ് ഡേ രാവിലെ എണ്ണീറ്റ് കേട്ടോ. ഞാൻ രാവിലെ എണ്ണീറ്റപ്പോൾ തന്നെ മോനും കൂടെ എണ്ണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം അവനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു, പുതിയൊരു സ്ഥലം. അപ്പോൾ ആ ഒരു ക്ലൈമറ്റും ഒക്കെ ആയിട്ട് അവൻ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റായി. അപ്പോൾ അച്ഛൻ്റെ കയ്യിലാണ് രാവിലെ അവൻ ഇരിക്കണത്. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങി, നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പക്ഷേ വെളുപ്പിന് എന്താ പറയുന്നത്, ഒരു ഇച്ചിരി കൂടെ രാവിലെ ആകുമ്പോഴാണ് കാണേണ്ടത്. പക്ഷേ എനിക്ക് മടി കാരണം ഞാൻ എണ്ണീറ്റില്ല, കാരണം ഭയങ്കര തണുപ്പായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ, പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ഞങ്ങൾ സ്റ്റേ ചെയ്തെടുത്ത്. അപ്പോൾ ഇച്ചിപ്പിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇരുന്ന് കാണണത്. അപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിൽ ലേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അവിടെ കയറിയില്ല. കാരണം അതിന് ബോട്ടിങ്ങും കാര്യങ്ങളുമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അത് കാരണം ഞങ്ങളവിടെ കയറിയില്ല. ഇതിപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. എനിക്ക് ഈ സ്ഥലത്തിൻ്റെ പേര് സത്യസന്ധമായിട്ടും ഓർമ്മയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഓർമ്മയില്ല ഈ പ്ലേസ് ഏതാണെന്നുള്ളത്, കാരണം കുറേ ഡേയ്സ് കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം എനിക്കതിൻ്റെ പേര് ഓർമ്മയില്ലാതായിപ്പോയി. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്, എന്തോ ഒരു പോസിറ്റീവ് വൈബാണ്. ഇത്രയും നാൾ ഞാൻ മൂന്നാറൊക്കെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അവിടത്തെക്കാട്ടിലൊക്കെ ഒരുപാട് ഇഷ്ടമായത് കൊടൈക്കനാലാണ് കേട്ടോ. ഇനിയും പോകാൻ ഇഷ്ടമാണ്, കാരണം ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്താണ് പോയത്. അന്നൊന്നും ഇത്ര എൻ്റർടൈനിങ് ആയിട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ ഇത് അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സ്ഥലം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം, എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ അത് കണ്ട് പെട്ടെന്ന് അവിടെ നിന്നൊന്നും വാങ്ങിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഈ ഫാൻസി ഐറ്റംസിനോട് വലിയ ഒരിതില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കാറെടുത്ത് ഞങ്ങൾ പോകുന്നത് പൈൻ ഫോറസ്റ്റിലോട്ടാണ്. എനിക്ക് കൊടൈക്കനാൽ പോയപ്പോൾ എനിക്ക് കാണാൻ ആഗ്രഹമുള്ള രണ്ട് സ്ഥലം പൈൻ ഫോറസ്റ്റും ഗുണ കേവും ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലാത്തത് കാരണം ഞങ്ങൾ പെട്ടെന്ന് അത് കാണാനായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത് പൈൻ ഫോറസ്റ്റിലോട്ട് പോകുമ്പോൾ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരുപാട് ആൾക്കാർ വരുന്നത് കാരണം ഭയങ്കര ബ്ലോക്കായിരുന്നു ആ വഴികളിലെല്ലാം. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഇച്ചിരിയൊക്കെ ഡിലേ ആയി നമ്മളവിടെ എത്താനായിട്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഏറ്റവും കൂടുതൽ കണ്ടത് ഈ കുരങ്ങന്മാരെയാണ് കേട്ടോ. വേറെ ഒരു മൃഗത്തിനെയും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് കുറേ കുരങ്ങന്മാരുടെ വീഡിയോ മാത്രമേ മൃഗങ്ങളുടെ കൂട്ടത്തിൽ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് ഞങ്ങൾ പൈൻ ഫോറസ്റ്റിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് കണ്ട ഒരു ഇതാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ല പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോഴാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അതായത് നമ്മൾ മുന്നോട്ട് പോകുന്നതോറും ഈ മഞ്ഞ് ഇങ്ങനെ കയറി വരികയാണ്. അതായത് എന്തൊക്കെയോ ഒരു പ്രത്യേകത ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ നല്ല രസമുണ്ടല്ലേ എന്നാൽ. കാരണം കൊടൈക്കനാൽ ഇത്രയ്ക്കും ഭംഗിയുള്ളൊരു സ്ഥലമാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എനിക്കെന്തോ മൂന്നാറിനേക്കാളും ഒരു പ്രത്യേകത എനിക്ക് കൊടൈക്കനാലിന് തോന്നി. ഒരു മടുപ്പില്ല, അടുത്തടുത്ത് സ്ഥലങ്ങളുള്ളത് കാരണമായിരിക്കാം കൊടൈക്കനാലൊക്കെ വരാൻ ആഗ്രഹമുള്ളത് പെട്ടെന്ന് വന്നു കേട്ടോ. ഈ ഒക്ടോബർ നവംബർ സീസണൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോഴത്തേക്ക് രാവിലെ എണീറ്റ് മോൻ ഇത്ര നേരം ആയതുകൊണ്ട് തന്നെ നല്ലോണം ക്ഷീണിച്ചായിരുന്നു, അവൻ ഉറങ്ങി. ഞങ്ങളപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം വന്നുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഫോട്ടോഗ്രാഫിയുടെ കാര്യം പറയാമെന്നുള്ളത്. നമുക്ക് ഈ കൊടൈക്കനാലിൽ ഈ പൈൻ ഫോറസ്റ്റിലൊക്കെ ഭയങ്കര റേറ്റാണ് കേട്ടോ ഫോട്ടോഗ്രാഫിക്ക്. അതായത് അവർ PDF ആയിട്ട് നമുക്ക് ഈ എടുത്ത ഫോട്ടോ അയച്ച് തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ 300 രൂപയുടെ ഷീറ്റ് പ്രിൻറ്റ് ചെയ്യണം. അല്ലാതെ അവർ PDF ഫയൽ അയച്ചു തരില്ല എന്നാണ് പറയുന്നത്. 150 രൂപയുടെ ഫോട്ടോയ്ക്കൊന്നും നമുക്ക് അവർ PDF അയച്ചു തരില്ല. PDF വേണമെങ്കിൽ 300 രൂപയുടെ വലിയ ഷീറ്റ് എടുക്കണം. അതും ഏത് ഫോട്ടോയാണോ പ്രിൻറ്റ് ചെയ്തത് ആ ഒരു ഫോട്ടോ മാത്രമേ തരുള്ളൂ കേട്ടോ. അതെനിക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നി. കാരണം ബാക്കിയുള്ള ഇവിടെ സ്ഥലങ്ങളിൽ കയറിയപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞത്, ഫോട്ടോഗ്രാഫി ഭയങ്കര ഇതാണ് കേട്ടോ. നമ്മൾ എല്ലാവരും DSLR ക്യാമറയായിട്ട് പോകുന്നവരല്ല, എല്ലാവർക്കും നല്ല അടിപൊളി ഫോണുകളും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഫോട്ടോഗ്രാഫി ഇച്ചിരി ഓവറായിട്ട് തോന്നി. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ മാഗിയും ബ്രെഡ് ഓംലെറ്റും ആണ് കേട്ടോ കഴിച്ചത്.
കഴിക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം മോൻ കയ്യിലുള്ളത് കൊണ്ട്, കാരണം നമുക്ക് പരിമിതികളുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഫുഡിൻ്റെ ഒന്നും മാക്സിമം എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിനുള്ളിൽ കയറി. അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി കേട്ടോ. എനിക്ക് എന്താ പറയുന്നത്, നമ്മൾ ഒരിക്കലും വീണ്ടും വീണ്ടും വരുന്ന സ്ഥലങ്ങളല്ലാത്ത കാരണം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 300 രൂപയുടെ ഷീറ്റാണ് എടുത്തത്, കാരണം ഞങ്ങൾക്ക് PDF കൂടി വേണമായിരുന്നു. അവിടെ ഈ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കയറിയില്ല, എനിക്ക് പേടിയാണ്. അച്ഛന് കയറിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കയറുന്നില്ലാത്ത കാരണം, പിന്നെ മോനും ഉള്ളത് കാരണം കയറിയില്ല. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അവിടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുഞ്ഞിനും നല്ലപോലെ അവന് വേറൊരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം ഞാൻ അവനെയും കൊണ്ട് ഇങ്ങനെ നടക്കണ വീഡിയോ ഒക്കെ എടുത്തു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ പാർക്കിങ്ങിൻ്റെ അവിടെ. ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്, കാരണം എല്ലാ സൈഡും വണ്ടികൾ പാർക്ക് ചെയ്തേക്കുന്ന കാരണം മറ്റു വണ്ടികൾക്ക് പോകാനും ഒന്നും സ്ഥലമില്ല. അപ്പം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, അവനെ എടുത്ത് ഞാനെടുക്കും, അച്ഛനെടുക്കും. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പി മൂഡാണ്. അപ്പോൾ അവൻ്റെ സന്തോഷം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ടാൽ അറിയാമായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ കാറിൻ്റെ അടുത്ത് പോയി കേട്ടോ. കാർ ആദ്യം പാർക്ക് ചെയ്തേക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്തോട്ട് പോയി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അടുത്ത സ്ഥലമാണ് ഒരുപാട് ആഗ്രഹിച്ച സ്ഥലം, ഗുണ കേവിലോട്ടാണ് കേട്ടോ പോണത്. ഞാൻ മഞ്ഞുമൽ ബോയ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടൈക്കനാൽ യാത്രയിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഗുണ കേവൊക്കെ ഓരോരുത്തർ പോസ്റ്റ് ഇടുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഗുണ കേവ് കാണാൻ പോകാം എന്നുള്ളത്. അങ്ങനെ പോയതാണ് കേട്ടോ. ഈ ഗുണ കേവ് കണ്ടതിന് ശേഷമാണ് ഞാൻ മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണുന്നത്. അപ്പം ആ ഒരു ബേസിലല്ല പോയത്. അപ്പോൾ ഗുണ കേവിലൊക്കെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും സുഭാഷേ കുട്ടേട്ട എന്നൊക്കെ വിളിക്കുമ്പം ഞാൻ സത്യമായിട്ട് വിചാരിച്ചു, എന്തായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് എന്തായിരിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന് വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത്. അപ്പോൾ വെയിൽ പോകും, കാരണം മഞ്ഞിൻ്റെ ഒരു ഇതുകൊണ്ടിട്ട് തന്നെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ടൊക്കെ പോയപ്പോൾ അച്ചാച്ചൻ മഞ്ഞുമൽ ബോയ്സ് 2 തവണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോടിങ്ങനെ പറയുവാണ്, എടി മഞ്ഞുമൽ ബോയ്സിൻ്റെ സിനിമയിൽ ഈ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്, നീ നല്ലോണം നോക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നോട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ ടിക്കറ്റ് ഫെയർ ഉണ്ട് കേട്ടോ. 20 രൂപ ആണ് അതിൻ്റെ ഒരാൾക്ക് 10 രൂപ, അപ്പോൾ 2 പേർക്ക് 20 രൂപ, ആ ഒരു രീതിയിലാണ് കേട്ടോ. അതിൻ്റെ ഉൾഭാഗം കയറിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്ഥലമാണല്ലോ. അപ്പോൾ ഗുണ കേവിന് ഒരുപാട് ചരിത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അവിടെ നിന്നിട്ട് ഓരോരുത്തർ പറയുന്നത് ഞാൻ കേട്ടാണ്. ഇതിന് ഡെവിൾസ് കിച്ചൺ എന്നാണ് ഗുണ കേവിനെ പറയുന്നത്. അപ്പം ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്, കുറേ പേര് ഈ ഗുണ കേവിൽ വീണവരെ ആരെയും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് ഹിസ്റ്ററി പറയുന്നത്. അപ്പം എന്നോട് അച്ഛനും പറഞ്ഞു, എടി മഞ്ഞുമൽ ബോയ്സ് അതുമായിട്ട് സാമ്യമുള്ള കഥകളാണെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. അപ്പം ഞാനിത് കണ്ടിട്ടില്ല, ഈ പടം ഞാൻ കണ്ടിട്ടില്ല. ഓരോരുത്തർ പോസ്റ്റ് ഇടുന്ന കണ്ടിട്ടാണ് എനിക്ക് ഗുണ കേവ് കാണണം എന്നുള്ളൊരാഗ്രഹം വന്നത്. അതിൻ്റെ അകം കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടുത്തെ ഫോട്ടോഗ്രാഫി പറയാതിരിക്കാൻ പറ്റത്തില്ല. അതായത് ഇവിടെ 100 രൂപ തൊട്ട് തന്നെ ഫോട്ടോ സ്റ്റാർട്ടുണ്ട്. പക്ഷേ PDF ആയിട്ട് അവർക്ക് അയക്കാൻ പറ്റില്ല, അവർ നെറ്റിൻ്റെ ഇഷ്യൂസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഗുണ കേവ് എന്ന് പറഞ്ഞൊരു ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് കേട്ടോ. അവിടെ എല്ലാം ഗ്രില്ലിട്ടേക്കുവാണ്. അപ്പോൾ ആ ഗ്രില്ലിട്ടേക്കുന്ന ഭാഗത്തോട്ട് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ ഒരു കുഴി ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കുന്നു. പക്ഷേ ആ ഗുണ കേവ് എന്ന് എഴുതിയതിൻ്റെ അവിടെയും അവർ ഗ്രില്ലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ പോസ്റ്റർ വന്നേക്കുന്നതെന്ന് ഞാൻ കണ്ടായിരുന്നു. അത് പടത്തിന് ശേഷം ഞാൻ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് അവർ ഫോട്ടോ എടുത്തതൊക്കെ. പക്ഷെ നല്ല ഭംഗിയാണ്. അപ്പോൾ അച്ഛനോട് പറഞ്ഞിട്ട് ഞാനിത് കയറുന്നൊരു വീഡിയോ ടൈം ലാപ്സിൽ എടുത്ത് തരാം. ഞാൻ എടുത്ത്, പക്ഷേ പകുതി ആയപ്പോഴത്തേക്കും തിരക്ക് കാരണം എനിക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ നല്ല സൗണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും സുഭാഷേ കുട്ടേട്ട ഇത് തന്നെയാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരു മോള് ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു മോളാണ് കേട്ടോ. അവൾ ആ ഗ്രില്ലിൻ്റെ ഇടയ്ക്കൂടെ ആ പാറ വരെ പോയി. അപ്പോൾ ഒരു ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒരു ചെറിയ സംഭവം കൂടി അവിടെ നടന്ന്. പേരൻസ് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കയ്യിൽ പിടിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ, അവരത് ചെയ്തില്ല. അതുകൊണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ ചൂടായി വഴക്കുണ്ടാക്കി. ഇത് ഞങ്ങൾ മുകളിലോട്ട് കയറുവാണ് കേട്ടോ. മുകളിലോട്ട് കയറുമ്പോൾ നല്ല വ്യൂ ആണ് കാണാനായിട്ട്. അതായത് ഫുള്ള് നമുക്ക് ഗുണ കേവിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇത് ഭയങ്കര കോടയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. നല്ല ക്ലൈമറ്റും ആയിരുന്നു.
ഞങ്ങൾ ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല. അപ്പം ഫസ്റ്റ് ആദ്യമായിട്ട് തന്നെ ഗുണ കേവ് കാണുന്നതുകൊണ്ട് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനിയും പോകണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് എന്തൊക്കെയോ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറിതായിട്ട് പോയതാണല്ലോ. അപ്പം മോനും അവന് പറ്റുന്ന രീതിയിലൊക്കെ അവനും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് താഴോട്ട് ഇറങ്ങി, കാരണം കണ്ടു കഴിഞ്ഞല്ലോ. താഴോട്ട് ഇറങ്ങി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അപ്പോൾ ഇതുവരെയും ഗുണ കേവ് കാണാത്തവരാണെങ്കിൽ വന്ന് കാണണം കേട്ടോ. നല്ല രസമാണ് കാണാൻ. പിന്നെ അതിൻ്റെ മുകളിലോട്ടൊക്കെ പോകാനായിട്ട് സ്ഥലങ്ങളുണ്ട്. ഓരോരുത്തരും മുകളിലോട്ടൊക്കെ കയറി. എനിക്ക് മടിയായിരുന്നു എൻ്റെ മുകളിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ താഴെയുള്ള വിഷ്വൽസ് മാത്രമേ അങ്ങനെ എടുത്തിട്ടുള്ളൂ. അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുകളിൽ പോയിട്ടുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതൊക്കെ ഗ്രില്ലിട്ടേക്കുന്നതാണ്. ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു കുഴിയായിട്ടൊക്കെ തോന്നും, പക്ഷെ നല്ല ആഴമുണ്ട് കേട്ടോ അതിന്. അങ്ങനെ ഞങ്ങളത് കണ്ട് തിരിച്ചിറങ്ങി. അവനാണെങ്കിൽ ഇങ്ങനെ എന്നോട് ഓരോന്നിങ്ങനെ കളിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഹായ് തന്നെ, അച്ഛൻ അറിയാം ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് എന്തായാലും ഇടുമെന്നുള്ളത്. അപ്പം എൻ്റെ ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. പിന്നെ ഞാനത് സുഡിയോയിൽ നിന്ന് എടുത്താണ്. അപ്പോൾ ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നാണ് ചേച്ചി എടുത്തതെന്ന്. അത് എൻ്റെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നവർ, യൂട്യൂബിൽ ആരും ചോദിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സുഡിയോയിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുത്തത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ ഞങ്ങൾ ഇറങ്ങി ഉച്ചയ്ക്ക് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ടൈമായി. പിറ്റേ ദിവസം അച്ഛൻ ഡ്യൂട്ടിക്ക് പോകേണ്ട കാരണം കണ്ടിട്ട് ഞങ്ങൾ അധികം ലാഗ് അടിച്ച് എവിടെയും നിന്നില്ല. ഞങ്ങൾ മെയിനായിട്ട് പൈൻ ഫോറസ്റ്റും ഈ ഗുണ കേവും ആദ്യം കണ്ട ആ സ്ഥലമൊക്കെയാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ സ്ഥലങ്ങൾ കണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ക്രോക്കേഴ്സ് വാക്കോ അങ്ങനെ എന്തൊക്കെയോ ഒരു പേരുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം മോൻ കയ്യിൽ നിന്ന് ഉറങ്ങുമ്പോൾ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചായിരുന്നു. പൊറോട്ടയും പെപ്പർ ചിക്കനുമായിരുന്നു. പെപ്പർ ചിക്കൻ വമ്പൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. മുളക് കരിച്ച് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. യാതൊരു വിധമായ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് കഴിച്ചത് പൊള്ളാച്ചിയിൽ നിന്ന്, പളനി ആ ഒരു സൈഡ് എത്തിയപ്പോഴാണ് കേട്ടോ കഴിച്ചത്. അതുവരെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വരാൻ വേണ്ടി തുടങ്ങാൻ രാത്രി ഒരു മണിയോളമായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ. കാരണം നല്ല ടയേർഡായിരുന്നു. അച്ഛൻ മാത്രമായിരുന്നു കാർ ഓടിക്കുന്നത്. ഒരു ദിവസം റെസ്റ്റ് ചെയ്തെങ്കിൽ പോലും ഭയങ്കര ടയേർഡായിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ നല്ല രസമായി. ഈ വിൻഡ് മില്ല് ഇപ്പോൾ ഈ സന്ധ്യ നേരം ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അതുകൊണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വരുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നായിരുന്നു. അപ്പോൾ വഴിയിലെല്ലാം ഈ ശ്രീകൃഷ്ണ ജയന്തിയുടേതായിട്ടുള്ള കൃഷ്ണനും രാധയായിട്ടുള്ള ഘോഷയാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ പാലക്കാട് എത്തിയപ്പോഴാണ് കേട്ടോ കണ്ടത്. പാലക്കാട് ആ ഒരു ഏരിയ എത്തിയപ്പോഴാണ് ഇത് കണ്ടത്. അല്ലാതെ വേറെ എവിടെയും ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ ഞാൻ ബൈ മിസ്റ്റേക്കിലി കുതിരാനോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു, ഇതിന് ഞാൻ ടണൽ എന്ന് പറഞ്ഞു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ടണൽ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഒറിജിനൽ നെയിമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. അപ്പോൾ കൊടൈക്കനാൽ യാത്ര ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം ഞാൻ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ടാറ്റാ.